കിട്ടി. സണ്ണി, നീ വീണ്ടും ഞങ്ങളെ വൃത്തികേടാക്കിയല്ലേ? You are looking so beautiful. കിറ്റി, കിറ്റി എങ്ങോട്ടാ പോകുന്നേ? കിറ്റി എന്നോടൊപ്പം ലഞ്ചിലേക്ക് വരികയാണ്. എന്നാൽ നീ ഞങ്ങളോടൊപ്പം സിനിമ കാണാൻ വരികയായിരുന്നില്ലേ? നീ തീർച്ചയായും ഞങ്ങളോടൊപ്പം തന്നെ വരണം. കിറ്റി എന്നോടൊപ്പമേ വരുള്ളൂ. എന്റെ അടിയന് തല്ലുന്നോ നീ? അത്രയ്ക്ക് അഹങ്കാരിയായ നീ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ആ ബണ്ണി എവിടെ പോയി? നിന്റെ പുറകെ തന്നെ ഉണ്ട്. ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. നമ്മളെ രണ്ടുപേരും ഒട്ടിപ്പിടിച്ചിരിക്കുക. വീട്ടിൽ വരുന്നവരെ ചെയ്യണം വെൽക്കം. വാൾപേപ്പർ ഒട്ടിക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഈ ഗം. അടികൈ. ഇത് എന്ത് ഗമ്മാണ്? ഞങ്ങൾക്ക് വേർപെടാൻ കഴിയുന്നില്ലല്ലോ. ഇതെന്റെ അമ്മാവന്റെ സ്പെഷ്യൽ ഗമ്മാണ്. ഇതിൽ ഒട്ടിപ്പിടിക്കുന്ന സാധനം അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ സൊല്യൂഷൻ കൊണ്ടേ വേർതിരിക്കാൻ പറ്റൂ. സണ്ണി, ബൈക്ക് നിർത്ത്. ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് തല കറങ്ങുന്നു. മിണ്ടാതെ ഇരിക്കുന്നത് നല്ലതാ. ഞാൻ വണ്ടി ഓടിക്കാം, പുറകിലിരിക്ക. സൈക്കിൾ ഓടിക്കുന്ന നിനക്ക് ബൈക്ക് ഓടിക്കാൻ ആഗ്രഹമല്ലേ? ഇന്ന് ചാൻസ് കിട്ടിയിരിക്കുക പഴയ കണക്കുകളൊക്കെ തീർക്കാനായിട്ട്. പക്ഷെ എന്താ ചെയ്യാ? ആ പുല്ല്, ഇനിയാണ് തമാശ. നല്ല രസമുണ്ടല്ലേ? എങ്ങനെ സന്തോഷിക്കാന്ന് ഇവൻ ഇപ്പൊ കാണിച്ചു കൊടുക്കാം. എന്റെ പെയിന്റ് ഇല്ല. എന്താ ഇപ്പൊ അടിപൊളിയായിട്ടുണ്ടോ? എന്തെടുത്തോണം നിന്റെ കളി? എന്റെ പെയിന്റ് മുഴുവൻ കളഞ്ഞു. ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നീ നോക്കിക്കോ, എനിക്കൊരു അവസരം കിട്ടും. അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഓ എന്റെ ബൈക്ക്! എന്താണ് നീ കാണിക്കുന്നത്? തന്ന പണിക്ക് തിരിച്ചു പണി. പറയണ കന്ന സാർ. പിള്ളേർക്കെന്നും പുതിയ ഫാഷനാ. അമ്മാവൻ ഔട്ട് ഓഫ് സ്റ്റേഷനാ. നാളെ വരും. അടികൈ. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ വീട്ടിൽ താമസിച്ചോ. വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഓക്കെ, ഞാൻ മിണ്ടാ സോഫയിൽ ഇരുന്ന് മര്യാദക്ക് ടി വി കണ്ടോളാം. നിങ്ങൾ രണ്ടുപേരും എന്താണ് ഈ കാണിക്കുന്നത്? ഇവനാണ് തുടങ്ങി വെച്ചത്. കിറ്റി, ഞാനൊന്ന് വാമപ്പ് ചെയ്തോട്ടെ, പിന്നീട് ഞാൻ കളി തുടങ്ങാം. എനിക്ക് കളിക്കണ്ട. എന്നാ നീ ഒരിടത്ത് പോയി അടങ്ങിയിരിക്കേ.
നീ എന്താണ് ഈ കാണിക്കുന്നത്? Warm up. ആരാണ് എന്നെ തല്ലിയത്? സോറി. നിന്നെ ഞാൻ എന്നോടാണോ നിന്റെ കളി? നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. സണ്ണി മതിയാക്ക്. നിങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ സംസാരിച്ചിരിക്കെ ഞാൻ പുറത്തു പോയിട്ട് ഇപ്പൊ വന്നേക്കാം. ആ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടെത്തുക? എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരെണ്ണം തീർച്ചയായിട്ടും പ്രവർത്തിക്കും. ഇത് ലവൻ ഗ്യാസ് ആണ്. നിൽക്ക, ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നീ ഇട്ട കെമിക്കൽ കാരണം ഇപ്പൊ പുതിയതായിട്ടൊരു ഗ്യാസ് ഫോം ആയിരിക്കാണ്. ശ്വാസം കിട്ടുന്നില്ല. വേണ്ട, വിട്ടേക്ക് വിട്ടേക്ക്. ഞങ്ങൾ നാളെ രാവിലെ മുത്തശ്ശൻ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. വേഗം വാതിൽ തുറക്ക്. ഇപ്പൊ തന്നെ തുറക്കാം. ഗ്യാസ് എല്ലാം പുറത്തു പോയി. ആ കഴിഞ്ഞു. ഇങ്ങതാ, ഞാനത് ഊതിത്തരാം. വേണ്ട, നീ ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ ചെയ്തോളാം. ഇല്ല, ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഇത് നമ്മുടെ പാർട്ടിയല്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്യാന്നേ. ശരിയെന്നാ, ഇത് കൊണ്ടുപോയി എവിടെയെങ്കിലും കെട്ട്. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇതിന്റെ താഴെ എന്തെടുക്കാണ്? കഴുതേ, നീ കാരണമാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇനി ജോലിയൊന്നും കൊടുക്കരുത്. എടാ മരമണ്ടനായ മരമാക്രി, ഇനി നീ ഒരു ജോലി എടുക്കരുത്. ജോർദാറെ, ഇതെടുക്കടാ. പതുക്കെ സൂക്ഷിച്ചു കൊണ്ടുപോക. ഇല്ല, എന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വിട്. വൈകിട്ടുള്ള പാർട്ടിക്ക് എല്ലാം റെഡിയാണ്. കഴിക്കാനുള്ള സാധനങ്ങളും തയ്യാറാണ്. ഐസ് കുറവാണ്, അത് വാങ്ങിട്ട് വരും. ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. ഐ! കിറ്റി, അത് വാങ്ങിട്ട് വരും. നീ കലക്കി. ഐസ് എവിടെ നിന്നായിരിക്കും കിട്ടുക? അകത്ത് പോയി നോക്കാം. ഐസ് വണ്ടിയിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞു, കൊണ്ടുവയ്ക്കോ. ഐസ് കിട്ടിപ്പോയി. ആ? ഐ, രക്ഷിക്കണേ. ഐ, ആഹാ.
എന്തായി കാണിക്കുന്നേ നിങ്ങൾ ജോലി ചെയ്യുമ്പോ നോക്കി ചെയ്യുന്നില്ലേ? എന്തുമാത്രം നഷ്ടം ഉണ്ടായത്? തനിക്ക് എന്താ ഇവിടെ കാര്യം? സോറി എത്രയാ വേണ്ടേ? ഐസ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇടോ എത്രയാ വേണ്ടത്? ആരാ ഇത് ചെയ്തേ? രക്ഷിക്കണേ, രക്ഷിക്കണേ. എല്ലാരും മാറിപ്പോയിക്കോ, ഇത് നിർത്താൻ പറ്റില്ല. രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു. കഴുതേ, നീ എന്തായി കാണിച്ചത്? ഞാനൊന്നും തന്നെ കാണിച്ചില്ല, അത് തന്നെത്താൻ നടന്നോണ്ടിരിക്കുക. ഇപ്പോഴത്തേക്ക് രക്ഷപ്പെട്ടു. ഇപ്പൊ മാല വന്ന് നമ്മുടെ കഴുത്തി വീണു. കുറച്ച് കഴിയുമ്പോ നമ്മുടെ ഫോട്ടോയിൽ ഈ മാല വീഴും. വെപ്രാളത്തിൽ നീ മറന്നു പോയതാ. നിനക്ക് പറക്കാൻ കഴിയും, വേഗം പറക്ക്. അത് പറ്റില്ല. വിഷമത്തിലിരിക്കുന്ന കൂട്ടുകാരെ വിട്ട് പോകാനായിട്ട് ഞാൻ സെൽഫിഷ് ഒന്നുമല്ല. സംശയമുണ്ടോ? വഴി പൂട്ടി. കഴുതേ, എല്ലാം തുറന്നു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇതിന്റെ ഇടയ്ക്ക് പൂട്ടി വെച്ചിരിക്കുന്നത് നീ എവിടെയാ കണ്ടേ? കഴുതേ, മുന്നിൽ നോക്ക്, റെയിൽവേ ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മൾ എത്തിച്ചേർന്നു. സംശയമുണ്ടോ? കൊള്ളാം, എത്ര മനോഹരമായ സ്ഥലം. എത്ര ഫ്രഷ് എയർ ആണ് ഗ്രാമത്തിൽ കിട്ടുന്നത്. ഇതെന്റെ മുത്തശ്ശന്റെ ഗ്രാമമാണ്. സംശയമുണ്ടോ? കൊച്ചളിയാ, എനിക്ക് വിശക്കുന്നു. 4 വശം ആഹാര സാധനങ്ങളല്ലേ, പറിച്ചു കഴിച്ചോ. തൊട്ടുപോകരുത്. എന്റെ തോട്ടത്തിൽ വന്ന് മോഷ്ടിക്കുകയാണോ? തല ഞാൻ തല്ലിപ്പൊട്ടിക്കും. ഓടിക്കോ. ഇയാള് തോട്ടത്തിന്റെ
ഇതിന്റെ മുതലാളിയാണെന്ന് തോന്നുന്നു. ഓടിക്കോ. വേഗം വാ, ഇതിനകത്ത് ഒളിക്കാം. പിന്നെ അയാൾക്ക് കാണാൻ കഴിയില്ല. എങ്ങോട്ടാ പോയത്? നിന്നെ ഞാൻ വെറുതെ വിടില്ല. വേഗം ഓടിക്കോ. ചേട്ടായി ഞങ്ങളെ രക്ഷിക്ക്. ഒരു വയസ്സൻ കയ്യില് വടിയുമായിട്ട് ഞങ്ങളെ തല്ലാൻ വേണ്ടി വരിക. അത് ഞാൻ തന്നെയാടാ. തോട്ടത്തിൽ കയറി മോഷ്ടിക്കുന്നോ? നീ പോപ്പറ്റല്ലേ? നമ്മുടെ ഗ്രാമത്തലവന്റെ അനന്തരവനല്ലേ നീ? അതെ, സംശയമുണ്ടോ? എടാ മോനെ, നീ ഇവിടേക്ക് വന്നിട്ട് കുറെ ആയല്ലോ. ഇന്നാ കഴിച്ചോ, എല്ലാം കഴിച്ചോ. നീ നമ്മുടെ മുത്തല്ലേ, കഴിച്ചോളൂ കഴിച്ചോളൂ. താങ്ക് യു. എനിക്ക് ഒന്നുകൂടി തരുമോ? അങ്ങ് ഒരുപാട് ഓടിച്ചതുകൊണ്ട് എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഈ രാക്ഷസൻ ആള് കൊള്ളാലോ. ഉണ്ണിയപ്പം കഴിക്കുന്നോ? മുത്തശ്ശ, എനിക്കെന്തോ ഇതിനകത്ത് സംശയം തോന്നുന്നു. ആഹാരം കൊണ്ടുവരാൻ എന്താണ് ഇത്ര താമസം? രാക്ഷസന് ദേഷ്യം വന്നിരിക്കുകയാണ്. തീ തുപ്പുന്നത് കണ്ടില്ലേ? വേഗം ആഹാരം കൊണ്ടുപോയിക്കോ, സമയം കളയരുത്. വേഗം ആഹാരം കൊണ്ടുപോയി കൊടുക്കാൻ നോക്ക്, അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരും. വേഗം വാ, വേഗം വേഗം പോവാൻ നോക്ക്. ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. വേഗം എല്ലാരും വീട്ടകത്തേക്ക് പോ, വീട്ടകത്തേക്ക് പോ. രാക്ഷസന് ഉടനെ ആഹാരം കൊണ്ടുപോകണം. ഇത്രയും ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഈ പോപ്പറ്റ് ആവശ്യമില്ലാതെ ഒരു രാക്ഷസനെ ദേഷ്യം പിടിപ്പിച്ചിരിക്കോ. എന്തൊക്കെ സംഭവിക്കുമെന്തോ? പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തീർച്ചയായും സംഭവിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരുടെ കാര്യം തീർച്ചയായും പോക്കാം. സംശയമുണ്ടോ? കുട്ടികളെ, ഞാൻ ആദ്യം ആ രാക്ഷസന് ആഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് വരാം. എന്നിട്ട് നിങ്ങൾക്ക് രുചികരമായ ആഹാരം ഉണ്ടാക്കി തരാം, കേട്ടോ? ശരി. ഇത്രയും പേരെ വന്നുള്ളൂ, ബാക്കി ആരും പേടിച്ചിട്ട് വന്നില്ല. പേടിത്തൊണ്ടന്മാര്. ഇത്രയും പേടിത്തൊണ്ടന്മാര് ഒരു ഗ്രാമത്തിൽ എങ്ങനെ വന്നത്? നീ ജോലിയുടെ കാര്യം മാത്രം നോക്ക്. നിങ്ങളൊക്കെ പിന്നീട് വന്നാ മതി. ആദ്യം ഞങ്ങൾ പോകാം. ആ വലിയ മരത്തിന് താഴെ ആഹാരം കൊണ്ടുവച്ചാ മതി. രാക്ഷസൻ ചേട്ടാ, ഞങ്ങൾ ആഹാരം കൊണ്ടുവന്നിരിക്കുകയാണ്. അത് പുറത്ത് വെച്ചാൽ മതി. ഞങ്ങൾ അങ്ങയെ കാണാൻ വേണ്ടിയാ വന്നത്. ഇവിടുന്ന് പൊയ്ക്കോ, എനിക്കാരെയും കാണണ്ട. പോകാൻ, അല്ലെങ്കിൽ ഞാൻ തീർച്ചയായും തിന്നും. തിന്നോളൂ, ആഹാരം നിങ്ങൾക്കുള്ളതാണ്. കഴുതേ, നീ വിളിച്ചു പറയൊന്നും വേണ്ട. ആഹാരം ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോവാൻ നോക്ക്. വേഗം വാ, ശബ്ദമുണ്ടാക്കാതിരിക്ക. ആഹാരം തനിയെ ഗുഹയ്ക്കകത്ത് പോവാണ്. അയാള് രാക്ഷസൻ തന്നെയാ. താഴെ നോക്ക്, ആ കല്ലിന്റെ താഴെ ട്രോളിയാണ്. കഴിക്കരുത്, അത് രാക്ഷസന്റെ ആഹാരമാണ്. അദ്ദേഹത്തിന് ദേഷ്യം വരും. ഒരിക്കലും വരില്ല, കാരണം ആ രാക്ഷസൻ ഇയാളാണ്. ആരാ നിങ്ങള്? മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പോകാം. എന്നാൽ ഞങ്ങളുടെ കൂടെ നീയും വരണം പോലീസ് സ്റ്റേഷനിലേക്ക്. സംശയമുണ്ടോ? എന്നെ പിടിക്കാൻ വന്നാണോ? വാ വാ, വന്ന് പിടിക്കേ, പിടിക്കേ, ഓടി വന്ന് പിടിക്കേ, പിടിച്ചോ. എല്ലാവരും ഒരുമിച്ച് ആക്രമിക്കാം. ഞങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞു, ഇനി രക്ഷയില്ല.
വേഗം അവരെ കെട്ടിയിടാൻ വാ. കൊള്ളാം മക്കളെ, നിങ്ങൾ കാരണമാണ് ഇവനെ പിടികൂടാൻ കഴിഞ്ഞത്. കിറ്റി, നീ സണ്ണിയുടെ പാർട്ട്ണർ ആയിരിക്കാണ്. നീ ഓർഗനൈസറാ. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓഹോ, ഞാൻ സണ്ണിയോടൊപ്പം പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇവന്റെ പാർട്ട്ണറിന് കാലിന് ചെറിയൊരു പ്രശ്നം. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഇവിടെ എന്തെടുക്കാണ്? നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പൊറോട്ട കൊണ്ടുവന്നിരിക്കുകയാണ് ഞാൻ. നന്നായിട്ടുണ്ട്. ഇന്നെന്താ എനിക്ക് ട്രീറ്റ് തരാനുള്ള മൂഡ് വന്നത്? നീ ആദ്യം ഇത് കഴിച്ച് നന്നായിട്ട് സന്തോഷിക്കേ, എന്നിട്ട് ഞങ്ങളെ ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ അനുവദിക്കേ. കോഴ തരാൻ നോക്കുക. ഇവരുടെ അടുത്ത് വേറെ എന്ത് പ്രതീക്ഷിക്കാനാ? ആഹാരം തന്ന് എല്ലാ കാര്യം നേടാൻ നോക്കുകയാണ് ഇവർ. ഇത് കോഴയൊന്നുമല്ല കിറ്റി, ഞങ്ങൾക്ക് ഇതിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണം. അവിടെ വന്ന് എന്താണ് ചെയ്യുക? നാഗിൻ ഡാൻസ് കളിക്കാൻ പോവാണോ? ഞങ്ങൾക്കും ഡാൻസ് കളിക്കാൻ അറിയാം. സംശയമുണ്ടോ? ഞങ്ങൾ ജയിക്കുകയും ചെയ്യും. എങ്ങനെ ജയിക്കും നിങ്ങള്? ജഡ്ജസിന്റെ പൊറോട്ടയും കൊടുത്ത് ബാക്കിയുള്ളവർക്ക് ചമ്മന്തിയും കൊടുത്ത് ജയിക്കുവോ? കിറ്റി, ഇവരെങ്ങാനും പ്രസന്റ് ചെയ്ത എല്ലാ ഓർഗനൈസറും നിന്നെ നോക്കി ചിരിക്കുക തന്നെ ചെയ്യും. അല്ല, ഇവര് ഡാൻസ് കളിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. കമോൺ കിറ്റി, ഇവർക്ക് ഡാൻസിന്റെ ബാലപാഠം പോലെ അറിയില്ല കിറ്റി. പറഞ്ഞേ ഹണി, സാൽസ എന്ന് വെച്ചാ എന്താണ്? സോസ് വെച്ച് നല്ല സമൂസ കഴിക്കാം. കണ്ടല്ലോ, ഇതാണ് ഇവരുടെ കഴിവ്. ഇപ്പൊ മനസ്സിലായല്ലോ, ജയിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കോമ്പറ്റീഷനിൽ ഞങ്ങളെയും പങ്കെടുക്കാൻ അനുവദിക്കേ. എന്താ ഇത്ര പേടി? ഇതിൽ ചെറിയ പ്രശ്നമുണ്ട്. എന്താ? നമ്മുടെ ഗ്രൂപ്പില് ഫീമെയിൽ ഡാൻസർ ഇല്ല. ഞാനുണ്ട്. എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. ഇത് ബോക്സിംഗ് കോമ്പറ്റീഷൻ ഒന്നും അല്ല, ഡാൻസിന്റെ കോമ്പറ്റീഷൻ ആണ്. എനിക്ക് ഭരതനാട്യമൊക്കെ അറിയാം. അത് വെച്ച് എന്ത് ചെയ്യാനാ? ഡാൻസ് കളിക്കാൻ അറിയണം. എടാ കഴുതേ, ഭരതനാട്യം എന്ന ക്ലാസിക്കൽ ഡാൻസ് ആണടാ. സംശയമുണ്ടോ? നിക്ക്, ഞാൻ കാണിച്ചു തരാം. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എന്റെ ഭായ്, ഫീമെയിൽ ഡാൻസർ വന്നു കഴിഞ്ഞോ? ഉടൻ തന്നെ പ്രാക്ടീസ് തുടങ്ങിക്കോ. ഓ, ഒന്ന് മതിയാക്ക്. എല്ലാ പ്രേക്ഷകർക്കും നിങ്ങളുടെ ഹോസ്റ്റായ ഡോക്ടർ ബാലുവിന്റെ നമസ്കാരം. നിങ്ങൾക്കേവർക്കും സ്വാഗതം. മീൻ പിടിക്കാൻ വേണ്ടത് വലയാണ്, ഡാൻസ് ഒരു കലയാണ്. അടികൈ. എടോ, കന്നയ്ക്ക് പകരം താമെന്ന് കവിത ചൊല്ലി ഞങ്ങളെ കൊല്ലാണോ? ഇവിടെ കിടന്ന് വിളഞ്ഞ ഇടിച്ച് ഞാൻ കൂമ്പ് കാട്ടും. പിന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ കവിത കന്ന തന്നെയാണ് എനിക്ക് എഴുതി തന്നത്. ഇനി ഇതെനിക്ക് വേണ്ട. ഇനി ഞാൻ എന്റെ സ്റ്റൈലിൽ ആങ്കറിംഗ് ചെയ്യാം. എന്റെ സ്റ്റൈലാ. ഈ സ്റ്റൈല് കോപ്പി അടിച്ച് പലരും സ്റ്റൈല് കാണിക്കുന്നുണ്ട്. എല്ലാ സ്റ്റൈലിലും ഒരു സ്റ്റൈലുണ്ട്. ഷോ തുടങ്ങൂ. നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പിനെ ഞാൻ വിളിക്കാം. എല്ലാവരും കൈയടിച്ചേ. ഇതാ എത്തിക്കഴിഞ്ഞു സ്റ്റൈൽ ഗ്രൂപ്പ്. കൈയടിക്കൂ. കമോൺ. മങ്കിസ്ഥാനിൽ നിന്നും തീൻ മങ്കീസ്.
വരാൻ പോകുന്നത് നമ്മുടെ അവസാനത്തെ ഡാൻസ് ഗ്രൂപ്പ്, അതായത് ബണ്ണി ഗ്രൂപ്പ്, അതായത് ബാഡ് ബോയ്സ് അടിപൊളി. നന്നായിട്ട് കൈയടിച്ചേ. എപ്പോ നോക്കിയാലും ഇവന് ഉറക്കം മാത്രമേ ഉള്ളൂ. ചോറുതാറേ, ചോറുതാറേ, എടാ കണ്ണൊന്ന് തുറക്ക്. എന്താണ്? എടാ ഇത് വിശ്രമിക്കേണ്ട സമയമല്ല, എഴുന്നേൽക്ക്. എടാ നീ അലസനായി പോകുമടാ. പുറത്തു പോയി കളിക്കാം, വാ. ശരി എന്നാൽ നിനക്ക് നോക്കി വന്നൂടെ? ഒന്ന് മാറടാ. സോറി. എന്ത് സോറി? നീ കാരണം എന്റെ നടു ഒടിഞ്ഞു. നിന്റെ ഭാരം എനിക്ക് സഹിക്കാൻ കഴിയുമോ? ചോറുതാറിന്റെ തടി കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇവൻ അലസനായിക്കൊണ്ടിരിക്കുകയാണ്. സംശയമുണ്ടോ? എനിക്ക് തടി കൂടിയെന്നോ? അതെ, ഇങ്ങനെ തടി കൂടിക്കൊണ്ടിരുന്നാലേ ഒരു ദിവസം ബലൂൺ പോലെ വീർത്ത് ആകാശത്തേക്ക് പറക്കും. രക്ഷിക്കൂ, രക്ഷിക്കൂ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. ഇല്ല, എനിക്ക് തടിയനായിട്ട് മാറണ്ട. എങ്കിൽ വ്യായാമം ചെയ്യ്. കണ്ടോ ഞാൻ എത്രമാത്രം ഫിറ്റാന്ന്? ഇന്നലെ വെയിറ്റ് ചെക്ക് ചെയ്തതാ, 2 കിലോ കുറഞ്ഞിരിക്കുക. സോറി കന്നാ സാർ. എടാ കഴുതേ, ഇവിടെയല്ല, ഗാർഡനിൽ പോയി സ്കിപ്പിംഗ് ചെയ്യേ. ഓക്കേ. കർത്താ, ഈ സീസോ എങ്ങനെ മുകളിലേക്കും താഴേക്കും പോയിട്ട് വരുന്നത്? എനിക്കറിയില്ല. ഞാൻ എപ്പോ ആരുടെ കൂടെ ഇതിന്റെ പുറത്ത് വന്നിരുന്നാലും താഴേക്കും മുകളിലേക്കും പോവാണ്. എടാ കർത്ത, ഞാൻ എല്ലാവരുടെയും സുഹൃത്താ. ആരെങ്കിലും എന്നെ ഒന്ന് താഴേക്ക് ഇറക്ക്. ഔ ഔ. എടാ ഇന്നെന്താടാ എല്ലാവരും ഒരുമിച്ച് എന്റെ പുറകെയാണല്ലോ. ഇതിനെല്ലാം കാരണം ഈ സോർദാറാണ്. ഇവൻ സീസോയിൽ ചാടിക്കേറി. കർത്ത അപ്പൊ പറന്നുപോയി. കർത്ത വീണതും ഞാൻ പറന്നു വന്ന് നിന്റെ അടുത്തേക്ക് എത്തി. നമ്മുടെ തോത്താറമ്പ് എവിടെയാണ്? അതാ നിൽക്കുന്നു. ഒന്നുകൂടെ സുഹൃത്തെ, താൻ എപ്പോഴാ എത്തിയതാ? ശരീരം കൂട്ടാൻ വേണ്ടി വന്നതാ. എന്റെ ഭായി, പോക്കി കയറി വെടിവെക്കരുതേ. ഞാൻ ചോദിച്ചത് തന്നോടല്ല, എന്റെ കൂട്ടുകാരനോടാണ്. താൻ വർക്കൗട്ട് ചെയ്യാൻ നോക്ക. പറവായി, എന്താ കാര്യം? തോത്താറാമേ, ഞാൻ തടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരം പെട്ടെന്നൊന്ന് കുറയ്ക്കണം. താനൊന്നുകൊണ്ട് പേടിക്കണ്ട, വേഗം ട്രെഡ്മില്ലിലേക്ക് കയറിക്കോ. ഇത് എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? ചിലപ്പോൾ ഈ ബട്ടൺ അമർത്തണമായിരിക്കും.
ആലേലോ പീലേലോ ആലേ പീലേലോ. എന്റെ പൊന്നു ഭായി, താൻ എന്തായി കാണിക്കുന്നതാ? സ്പീഡ് കൂട്ടാ. അത്രേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായല്ലോ. മിനിമം 1/2 മണിക്കൂറെങ്കിലും ഓടണം, മനസ്സിലായോ? ഞാൻ കുറച്ചുകൂടെ സ്പീഡ് അങ്ങ് കൂട്ടിയേക്കാം. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ചെറിയൊരു പണിയോട് പോയിട്ട് ഞാൻ ഇപ്പൊ പോക്കാണെന്നാ തോന്നുന്നതാ. അതെ, ഇന്നലെ മാഡം വെയിറ്റിംഗ് മെഷീനിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ എന്റെ വെയിറ്റ് 2 കിലോഗ്രാം കൂടിയിരിക്കുക. 20% വ്യായാമമാണെങ്കില് 80% ഡയറ്റാ. നീ ഡയറ്റിംഗ് തുടങ്ങിക്കോ. എങ്ങനെ? സാലഡ് കഴിക്ക്, പച്ചക്കറികൾ കഴിക്ക്. അതിൽ എനർജിയും കിട്ടും, വെയിറ്റും കുറയും. ഓക്കെ, താങ്ക് യു തോത്താറാം. പച്ചിലകൾ തോത്താറം നേരത്തെ പറഞ്ഞതാണ്. എനിക്ക് തടി കുറയ്ക്കണമെങ്കിൽ പച്ചില കഴിക്കണമെന്ന്. എന്തു പറ്റി? എന്റെ പച്ചിലെല്ലാം കഴിച്ചില്ല നീ. എന്നാ ഇതും കൂടി മേടിച്ചോടാ. ഒന്ന് നിർത്തൂ, ഞാൻ അകത്ത് കുടുങ്ങി. തനിക്ക് എന്താ നോക്കി നടന്നൂടെ? എന്റെ കാല് ചവിട്ടി നശിപ്പിച്ചു. സോറി. എന്തോന്ന് സോറി? എയർ ഹോസ്റ്റസിന് പരിക്ക് പറ്റിയാ പിന്നെ ചായയും കാപ്പിയൊക്കെ ആര് തരും? നിങ്ങൾ എയർ ഹോസ്റ്റസ് ആണോ? എന്താ ഞാൻ ആയിക്കൂടാന്നുണ്ടോ? അല്ലല്ല, തീർച്ചയായിട്ടും ആകാം. കൊള്ളാം. നിങ്ങൾ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കരുത്. നിങ്ങൾക്ക് ചായയോ കാപ്പിയോ വേണോ? ഞങ്ങൾ ആദ്യം ഒന്ന് ഇരുന്നോട്ടെ, എന്നിട്ട് കുടിക്കാൻ കാപ്പി. സംശയമുണ്ടോ? നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് ആണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യൂ. സാറേ, സാറിന് വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് പൂരി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, താങ്ക് യു. നിങ്ങൾ കഴിക്കേ. ഞാൻ പോയി സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് വരാം. ചട്നി ഉണ്ട്, എടുത്ത് കഴിച്ചോ. നമസ്കാരം. ഇൻസ്ട്രക്ഷൻസ് പറയാൻ പോകുന്നുണ്ട്. ആദ്യം നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് അണിയുക. എന്റെ കുട്ടി. സോറി, ഇതാ നിങ്ങളുടെ കുട്ടി. ഹണി, ഇരിക്ക്. എനിക്ക് ബാത്റൂമിലേക്ക് പോകണം. പേടിക്കേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല. എല്ലാവരും ശാന്തരായിരിക്കൂ. ഇപ്പോൾ തന്നെ ശരിയാക്കും. എന്തു പറ്റി? ഭൂകമ്പകാനുണ്ടായോ? പ്ലെയിനകത്ത് ഭൂകമ്പം വരികയില്ല. സംശയമുണ്ടോ? ദയവായി എല്ലാവരും അവരവരുടെ സീറ്റിലിരിക്കാൻ നോക്കണം. മാഡം, ഇത്രയും വലിയ കുലുക്ക് എങ്ങനെയാ? ഇപ്പോഴും മാഡം പറയും, നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. സംശയമുണ്ടോ? ഇപ്പോൾ
തീർച്ചയായും പേടിക്കേണ്ടി വരും. കാരണം പൂരി കഴിച്ച 2 പൈലറ്റും ഫുഡ് പോയ്സൺ കാരണം ബോധം കെട്ട് കിടക്കുകയാണ്. എന്താ? എന്റെ അമ്മയാണ് സത്യം. ഇപ്പൊ ആരും പ്ലെയിൻ പറപ്പിക്കാനില്ല. ആരെങ്കിലും ഉണ്ടോ? ഫ്ലൈറ്റ് പറപ്പിക്കാൻ അറിയുന്നവരുണ്ടോ? പ്ലെയിൻ എന്താ വല്ല പട്ടവുമാണോ? ആർക്ക് വേണമെങ്കിലും പറപ്പിക്കാൻ. ഞങ്ങൾ ഇതിനു മുമ്പ് ഫ്ലൈ ചെയ്തിട്ടുണ്ടോ? ഒരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ തളർന്ന് താഴെ വീണു. എന്ത്? ഗംഗാ മാതാവെ രക്ഷിക്കണേ. ഹണി, നീ എന്തായി കാണിച്ചത്? ആ ലിവറിനെ മുകളിലേക്ക് വലിക്ക. ശരി. നേരെ ഒരു മല കാണുന്നു. സംശയമുണ്ടോ? എന്റെ അമ്മച്ചി, ഇന്നത്തോടെ എന്റെ പണി തീരും. നാളെ രാവിലെ ദുർവാർത്ത വീട്ടിലെത്തും. നമുക്ക് റേഡിയോയിലൂടെ സംസാരിക്കാം. ഓ, നിങ്ങൾ റേഡിയോയിൽ സംസാരിക്കാൻ പോവാണോ? ഞങ്ങൾ കേക്കാം. എടോ, ഞാൻ കൺട്രോൾ റൂമിൽ സംസാരിക്കാൻ പോകുന്ന കാര്യമാണ് റേഡിയോയിൽ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത്. എഴുന്നേക്കാനല്ല, ഇത്തിരി മാറാനാ പറഞ്ഞത്. നമുക്ക് റേഡിയോയിലൂടെ സംസാരിക്കാം. ഓക്കെ. ഹലോ കൺട്രോൾ റൂം, ഞങ്ങൾ ഫ്ലൈറ്റ് നമ്പർ 3141 നിന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ വലിയ പ്രശ്നത്തിലാണ്. ഫുഡ് പോയ്സൺ അടിച്ച് ഞങ്ങളുടെ പൈലറ്റുമാർ ബോധം കെട്ട് കിടക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചത്? അതൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കാനുള്ള സമയമാണോ ഇത്? ഞങ്ങൾ ഏത് എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്നൊന്ന് പറയോ? അവർ ചെയ്യാൻ നോക്കുകയാണ്. ഹിറ്റല്ല, സൂപ്പർ ഹിറ്റ് ആണ്. നോക്ക്, അവർ തിരിച്ചു പോവാണ്. എടാ, ഹിറ്റായി എന്ന് പറഞ്ഞാൽ പ്ലെയിന് വെടിവെച്ചു എന്നാണ്. സംശയമുണ്ടോ? കണ്ടോ, വെടിവെച്ചതിൽ ഒരു എഞ്ചിൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. മറ്റേ എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് ആ എഞ്ചിൻ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കാം. പ്ലെയിൻ ഒരു വശത്തേക്ക് പോവാണ്, അതുകൊണ്ട് നൂല് കുറച്ച് ഈ വശത്തേക്ക് വലിക്കണം. എടാ, ഇത് പ്ലെയിനാണ്, പട്ടമല്ല. നൂല് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാനായിട്ട്. ഇത്രയും ബുദ്ധിയില്ലാത്ത ജന്തുവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നിങ്ങൾ എങ്ങനെയാ അവനെ സഹിക്കുന്നേ? കൽക്കട്ട ദേവി, അവര് വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യാണ്. അവരെ ഇറക്കി വിട്. ഫ്ലൈറ്റിന് എങ്ങനെ ഇറക്കി വിടാൻ കഴിയാം? ഇതെന്തായി സംഭവിക്കുന്നത്? ഫ്ലൈറ്റിലെ ഒരു എഞ്ചിൻ കൂടി പോയെന്നാ തോന്നണത്. അത് വെറും തോന്നല് മാത്രമല്ല, ഉണ്ടായിരുന്ന എഞ്ചിന് കൂടി പോയി കിട്ടി. എടാ മരം വേണ്ട, അപ്പൊ എല്ലാം അവസാനിച്ചല്ലേ? നമ്മൾ ഉടൻ തന്നെ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യണം. അവിടെ ലാൻഡ് ചെയ്യാനായി ഞാൻ ട്രൈ ചെയ്യാം. നിനക്കെന്താ വട്ടാണോ? ഈ ചെറിയ സ്ഥലത്ത് എങ്ങനെ ലാൻഡ് ചെയ്യാൻ കഴിയാ? അതല്ലാതെ വഴിയില്ല, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലൈറ്റ് പൊട്ടിത്തെറിക്കും. എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. സംശയമുണ്ടോ?
ഹണി റെഡി. ആ. ആ.